സ്വർണ്ണ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം രാജ്യത്തെ സ്വർണ്ണ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തീരുവ വർധനവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം രാജ്യത്തെ സ്വർണ്ണ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട്. സ്വർണത്തിനുള്ള അടിസ്ഥാന കസ്റ്റംസ് തീരുവ 5% നിന്ന് 10%-ആയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം കാർഷികാടിസ്ഥാന സൗകര്യ വികസന സെസ്സും 1% നിന്ന് 5%-ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ സ്വർണത്തിനുള്ള മൊത്തം ഇറക്കുമതി തീരുവ 15%-ആയി ഉയർന്നു. വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനും രൂപയുടെ മൂല്യം നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തീരുവ വർധനവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ 10 ഗ്രാമിന്റെ വില 1,47,160 നിന്ന് 1,62,120 ഉയർന്നത്. ഉയർന്ന ഇറക്കുമതി ചെലവിന്റെ ഭാരം ജ്വല്ലറികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് മേൽ ചുമത്തിയതോടെയാണ് വിലയിൽ വലിയ മാറ്റമുണ്ടായത്. ഭൗതിക സ്വർണം വാങ്ങുന്നവർക്കാണ് ഇതിന്റെ ആഘാതം ആദ്യം അനുഭവപ്പെടുന്നത്. അതേസമയം ഗോൾഡ് ETF-കളുടെയും ഡിജിറ്റൽ ഗോൾഡിന്റെയും വിലയിൽ ചെറിയ താമസത്തിന് ശേഷമാണ് വർധനവ് പ്രതിഫലിച്ചത്. വില കുത്തനെ ഉയർന്നിട്ടും സ്വർണത്തിനുള്ള ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ ജ്വല്ലറി ഷോറൂമുകളിലേക്ക് ആളുകൾ വലിയ തോതിൽ തന്നെ എത്തുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഗോൾഡ് ETF-കളും ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപങ്ങളും വ്യാപകമായി തന്നെ വാങ്ങപ്പെടുന്നുമുണ്ട്. മെയ് മാസത്തിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിലും വിവാഹ സീസണിലെ ആവശ്യകതയും സ്വർണത്തോടുള്ള സാംസ്കാരിക അടുപ്പവും വിപണിയെ സജീവമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പ്രതിവർഷം 700 മുതൽ 800 ടൺ വരെ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിലൊന്നായി തുടരുകയാണ് ഇപ്പോഴും. എന്നാൽ ഉയർന്ന വില സാധാരണ ഉപഭോക്താക്കളുടെ വാങ്ങൽ രീതിയിൽ കാര്യമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. വലിയ ഭാരമുള്ള ആഭരണങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പലരും പിന്മാറുകയാണ്. പകരം ഭാരം കുറഞ്ഞ ആഭരണങ്ങളിലേക്കാണ് കൂടുതൽ പേരും തിരിയുന്നത്. കുറഞ്ഞ ചിലവിൽ ആഭരണം സ്വന്തമാക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പഴയ സ്വർണം നൽകി പുതിയ ആഭരണങ്ങൾ വാങ്ങുന്ന എക്സ്ചേഞ്ച് രീതിക്കും ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അധിക പണം ചിലവാക്കാതെ തന്നെ ആഭരണം പുതുക്കാനാകുന്നതും പലരെയും ഈ രീതിയിലേക്ക് ആകർഷിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.